നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആണ്ടുതോറും സംഘടിപ്പിക്കുന്ന കേവലാർ തീർത്ഥാടനം സ്വർഗാരോഹണ ദിനമായ മെയ് 29 വ്യാഴാഴ്ച നടത്തി. കൊളോൺ മ്യൂഹൈമിൽ നിന്നും പ്രത്യേക ബസ്സിലാണ് സംഘം മധ്യ ജർമ്മനിയിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കേവലാറിൽ എത്തിയത്. പള്ളിയങ്കണത്തിലെ ഫോറം പാക്സ് ക്രിസ്റ്റിയിലായിരുന്നു ഇത്തവണ പരിപാടികൾ നടത്തിയത്. രാവിലെ 10:30 ജപമാലയോടുകൂടിയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. 11 മണിക്ക് യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് മുഖ്യ കാർമ്മികനായി അർപ്പിച്ച സമൂഹ ബലിയിൽ ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI, ഫാദർ ബിനോജ് മുളവരിക്കൽ, ഫാദർ തോമസ് ചാലിൽ CMI, കേവലാറിൽ ജോലി ചെയ്യുന്ന ഫാദർ ജോസുകുട്ടി മനയാനിക്കൽ CM എന്നിവർ സഹകാർമ്മികരായി. മാർ ചിറപ്പണത്ത് വചന സന്ദേശം നൽകി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി യൂത്ത് കൊയർ അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. യുവജനങ്ങൾ കഴിഞ്ഞ 33 ദിവസമായി നടത്തിയ പ്രാർത്ഥനാ യജ്ഞത്തിന്റെ സമാപനമെന്നോണം മാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രതിജ്ഞ പുതുക്കി. ദിവ്യബലിയെ തുടർന്ന് പ്രദക്ഷിണമായി ഗ്രേസ് ചാപ്പലിന്, അതായത് ഗ്നാഡൻ കപ്പേളയിൽ മുന്നിൽ ഒന്നിച്ചുകൂടിയ സമൂഹത്തെ ബിഷപ്പും വൈദികരും ചേർന്ന് ആശീർവദിച്ചു. ഉച്ച വിശ്രമത്തിന് ശേഷം നടന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും ഫാദർ ബിനോജ് മുളവരിക്കൽ നേതൃത്വം നൽകി. കുട്ടികളെയും യുവജനങ്ങളെയും ദമ്പതികളെയും സമർപ്പിതരെയും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും തുടർന്ന് മാർ ചിറപ്പണത്തിന്റെ ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ പരിപാടികൾ സമാപിച്ചു. ജോസുകുട്ടി അച്ഛൻ കേവലാറിന്റെ ചരിത്രവും മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയതിന്റെ പശ്ചാത്തലവും ഹ്രസ്വമായി വിവരിച്ചു. സീറോ മലബാർ കമ്മ്യൂണിറ്റി വികാരി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI നന്ദി പറഞ്ഞു. കൊളോൺ കൂടാതെ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 400ഓളം പേർ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കേവലാറിൽ എത്തിയിരുന്നു. മാത്രമല്ല, ജർമ്മനിയിൽ പുതുതായി പഠനത്തിനും ജോലിക്കും എത്തിയ യുവജനങ്ങൾക്ക് വിശ്വാസാധിഷ്ഠിതമായി പുതിയൊരു ഉണർവും കെട്ടുറപ്പും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടികൾ ക്രമീകരിച്ചത്. ഇതാദ്യമായിട്ടാണ് യുവജനങ്ങളെ കൂടുതലായി പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി മരിയ ഭക്തർ കേവലാറിൽ സന്ദർശനം നടത്തുന്നത് പതിവാണ്. ഇനിയും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ താളം നടക്കുന്ന വ്യക്തികളാണ്. അപ്പം അച്ഛൻ തന്നെ എല്ലാം പറഞ്ഞു, ആദ്യവും അവസാനവും എല്ലാം. പിന്നെ പ്രത്യേകമായിട്ട് അവർ പറയുന്നത് അതുപോലെ ഗായക സംഘമൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും Ave Maria, Kanyaka Miriamme. Ave Maria, Ave Maria, Kanyaka Miriamme. Ave Maria, Ave Maria, Kanyaka Miriamme. Ave 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 Maria, Ave 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 Maria, Ave 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 Maria. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നിയോഗങ്ങളും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കേവലാറിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും, നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടും, നിങ്ങളുടെ ശുശ്രൂഷകളോടും, ജോലികളോടും, നിങ്ങളുടെ പഠനത്തോടും, നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അവസാനമായി നമ്മൾ നോക്കി ആശീർവദിക്കുന്ന സമയം രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് കെട്ടിപ്പിടിക്കാം. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.